ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് എ ഐ ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മുടെ കാലത്തെല്ലാം നമ്മൾ പഠിക്കുന്ന കാലത്തെല്ലാം എ ഐ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് എ ഐ വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊരു ചലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ബേസ് ചെയ്തിടത്തോളം അവർക്ക് അവരുടെ വർക്കുകൾ കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനും അവരുടെ വർക്കുകൾ അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ കുറച്ചുകൂടി സ്റ്റുഡൻസിനെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന വർക്കുകൾ അസൈൻ ചെയ്യാനും ടാസ്കുകൾ അസൈൻ ചെയ്യാനും ഗ്രേഡിങ്ങൾ അപ്ലൈ ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പോൾ എ ഐ വന്നതുകൊണ്ട്. ഇപ്പോൾ എ ഐ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ നമുക്ക് എഡ്യൂക്കേറ്റേഴ്സിനായാലും സ്റ്റുഡൻസിനായാലും ഒരു പുതിയൊരു പൊട്ടൻഷ്യലാണ് നമുക്ക് തുടങ്ങുന്നത്. ഒരു ക്ലാസ് റൂമിൽ അവർക്കൊരു പുതിയൊരു പൊട്ടൻഷ്യലാണ്. അപ്പോൾ എൻ്റെ പേര് മുഹമ്മദ് നവാസ്. ഞാൻ BA മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞതാണ്. പ്രൊഡക്റ്റ് ഡിസൈനിൽ ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡിപ്ലോമ നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ആസ് ഒരു പ്രൊജക്റ്റ് ഹെഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് നമുക്ക് കാര്യങ്ങൾ കരിയർ ഓപ്പർച്യൂണിറ്റികൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമുക്ക് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ പ്രൊജക്റ്റ് ഹെഡായിട്ട് കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. അപ്പോൾ AIൻ്റെ ബേസിക്സുകൾ, അതായത് എന്തൊക്കെയാണ് നമുക്ക് AI ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. നോർമലി ഒരു AI ബേസിക്സ്, അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പെർഫോം ടാസ്ക് റിക്വയറിങ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. AI എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ്റെ ഇൻ്റലിജൻസ് അത് യൂസ് ചെയ്തിട്ട്, അതായത് നമുക്ക് നമ്മുടെ ഒരു LLMs നമുക്ക് തരാം. ഒരു കമ്പ്യൂട്ടർ പെർഫോം ചെയ്തിട്ട് ഒരു ഹ്യൂമൻ എന്തൊക്കെയാണോ തിങ്ക് ചെയ്യുന്നത് അതേപോലെ നമുക്ക് തിങ്ക് ചെയ്തിട്ട് ആക്ട് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഇൻഫർമേഷൻസുകളാണ്. അപ്പോൾ അത് കൂടാണ്ട് നമുക്ക് ഡാറ്റകൾ, ഇപ്പോൾ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റകൾ നമുക്ക് അനലൈസ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. അതേപോലെ തന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ജനറേറ്റിംഗ് ഹ്യൂമൻ ലാംഗ്വേജ്, നമുക്ക് ഈ ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ NLP എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AI പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോട്ട്സുകൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ സിസ്റ്റംസുകൾ, ഓട്ടോമേറ്റഡ് ഗ്രേഡിങ്, ഇതൊക്കെ നമുക്ക് ബേസ്ഡ് അപ്പോൺ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ഷനിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത്. അതല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു എഡ്യൂക്കേഷന് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ചാറ്റ് ബോട്ട്, റെക്കമെൻഡേഷൻ സിസ്റ്റം, നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധാരണ റെക്കമെൻഡേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഗ്രേഡിങ്, സ്റ്റുഡൻസിനെ ഓട്ടോമേറ്റഡ് ഗ്രേഡിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു അതിൻ്റെ ഒരു ബെനിഫിറ്റ്സിലോട്ട്. ഇപ്പോൾ AI നമ്മൾ പറഞ്ഞു, എന്താണ് AI എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ പല സ്റ്റുഡൻസും പറയാറുണ്ട്, അല്ലെങ്കിൽ പല സ്റ്റുഡൻസും നമ്മൾ AI കൊടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ജോലി പോകൂലേ, അല്ലെങ്കിൽ കുട്ടികളെ തിങ്കിങ് അല്ലേ കുറയ്ക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു AI ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ AI പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ AI വന്നതുകൊണ്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അത് മാത്രമല്ല AI എഡ്യൂക്കേഷനിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേഴ്സണലൈസ്ഡ് ലേണിംഗ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡാപ്റ്റീവ് പ്ലാറ്റ്ഫോം, അതായത് ഒരു സ്റ്റുഡൻസിന് പഠിക്കാനുള്ള കണ്ടൻസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് പേസായിട്ട് അവർക്ക് പഠിച്ചെടുക്കാൻ. അപ്പോൾ അഡ്ജസ്റ്റ് കണ്ടന്റ് ടു ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ലേണിംഗ് പേസ് ആൻഡ് സ്റ്റൈൽ, അവരുടെ കാര്യങ്ങൾ അവർക്ക് ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റുഡൻസ്, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ അവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ് AI കൊണ്ട് നമുക്ക് ബെനിഫിറ്റ്. അതല്ലാണ്ട് AI ട്വിറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് AI ട്വിറ്റേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല എഡ്യൂക്കേഷൻ സെക്ഷനിൽ നമുക്ക് പല AI ട്വിറ്റേഴ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്കിൽ ഷെയർ ചെയ്യാനൊക്കെ എന്ത് ചെയ്യും, നമുക്കിത് ബെനിഫിറ്റാണ്. പിന്നെ ഗ്യാപ്പ് ഐഡൻറ്റിഫിക്കേഷൻ, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ലെസൺസുകൾ അക്കോർഡിംഗ്ലി ടൈലർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നികത്തിയിട്ട് എന്താണോ ആ ഒരു ഗ്യാപ്പ് അവർക്ക് മിസ്സായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ള വേറെ ഇമ്പാക്റ്റാണ് അവരുടെ ഒരു ബെനിഫിറ്റ്സ് പറയുന്നത്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ്, അതേപോലെ തന്നെ ഇമ്പ്രൂവ് ലേണിംഗ് ഔട്ട്കംസ്. പല സ്റ്റുഡൻസിനും നമുക്ക് പല രീതിയിലായിരിക്കും പഠിക്കാൻ. ഇപ്പോൾ നമുക്ക് സ്റ്റാഫ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ എന്തായിരിക്കും പല സ്റ്റുഡൻസിനും എളുപ്പ വഴി ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം,
ഇത് ത്രൂ കുറച്ചുകൂടി എളുപ്പമായിട്ട് അവർക്ക് ലെസൺസുകൾ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഓക്കെ, ദെൻ കമ്മിങ് ടു അതിൻ്റെ ഒരു എഫിഷ്യൻസി, എഡ്യൂക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിടത്തോളം ഇപ്പോൾ ബെനിഫിറ്റ്സുകൾ നമ്മൾ പറഞ്ഞു. ബെനിഫിറ്റ്സുകൾ എന്തിൻ്റെതാണ്? നമുക്ക് പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേഴ്സണലൈസ് ചെയ്ത് പഠിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്സുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതല്ലാണ്ട് ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്ററെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓട്ടോമേറ്റഡ് അഡ്മിൻ ടാസ്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റുഡൻറ്റിന് നമുക്ക് അവരുടെ ഗ്രേഡിങ്ങൾ, ഷെഡ്യൂളിങ്ങുകൾ, അതേപോലെ തന്നെ ഡാറ്റ അനാലിസിസ്, ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലെസൺ പ്ലാനിങ്, ഇപ്പോൾ നമുക്കൊരു കരിക്കുലം പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഹെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കരിക്കുലമൊക്കെ ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് AI ആണ് ഞാൻ ആശ്രയിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കൊരു കരിക്കുലം കൊടുത്തു കഴിഞ്ഞാൽ ആ കരിക്കുലം എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് തരും. അതേപോലെ തന്നെ പേഴ്സണലായിട്ട് ഫീഡ്ബാക്കുകൾ, നമുക്ക് ഓരോ സ്റ്റുഡൻസിനും എന്തൊക്കെയാണ് ലാക്ക് ആവുന്നത്, അതിന് ബേസ് നമുക്ക് ഇൻസൈറ്റ്സുകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്ക് ജസ്റ്റ് ചോദിക്കാം, ഇവരുടെ ലാക്ക് ഇങ്ങനെയാണ്, അപ്പോൾ എന്താണ് ഇവർ ലാക്ക് ആവുന്നത്, അല്ലെങ്കിൽ അവർ ഇന്ന ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നത്, അപ്പോൾ എന്താണ് അവർ ലാക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഫീഡ്ബാക്കിൽ നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇൻട്രാക്ഷൻസ്, നമുക്ക് മോർ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷൻസ്. ഓക്കെ, ദെൻ കമ്മിങ് ടു പല ടൈപ്പ് ഓഫ് AI ടൂൾസുകൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ChatGPT, അല്ലെങ്കിൽ ChatGPT പോലെ കോമൺ നമ്മൾ LLMസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഏതൊക്കെ ടൂൾസുകളാണ് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റൈറ്റിംഗ് അസിസ്റ്റൻസ്, റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗ്രാമർലി, പ്രോ റൈറ്റിംഗ് എയ്ഡ്, ഇംപ്രൂവ് ക്ലാരിറ്റി ആൻഡ് കറക്റ്റ്നെസ്, ഇങ്ങനെയുള്ള കുറച്ച് AI ടൂൾസുകൾ റൈറ്റിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്സ് വളരെ വരുത്താറുണ്ട്, നമുക്ക് ലെറ്റേഴ്സ് എഴുതാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പണ്ടൊക്കെ ഞാനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ളതൊരു ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എനിക്ക്. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസിന് എന്ത് വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒരു റോങ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു കറക്റ്റാക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് റൈറ്റിംഗ് അസിസ്റ്റൻ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലാംഗ്വേജ് ലേണിംഗ്, നമുക്ക് ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള AI ടൂൾസുകൾ, റിസർച്ച് ചെയ്യാനുണ്ട്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ R&Dനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നത് പല AI ടൂൾസുകളുണ്ട്. അതേപോലെ തന്നെ മാത്സ് സോൾവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പല AI ടൂൾസ്. ഇപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് സ്റ്റുഡൻസിനെ സിങ് ചെയ്യാനും അതുപോലെ തന്നെ ആനിമേഷൻ ഉണ്ടാക്കാനും ഒത്തിരി നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു എഡ്യൂക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വല്ലാണ്ട് ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റിങ്ങും സ്പീച്ചും ഇങ്ങനെയുള്ള ടൂൾസിനായിരിക്കും കൂടുതലായിട്ടും അവർ AIനെ ആശ്രയിക്കുന്നത്. സോ കമ്മിങ് ടു അതിൻ്റെ ഒരു ആക്സസിബിലിറ്റിയിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI വന്നിട്ട് അത് ആക്സസ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ്. ഒന്ന് നമുക്ക് ഡിസബിലിറ്റീസ് ആണ്, സപ്പോർട്ട് ഫോർ ഡിസബിലിറ്റീസ്. അതായത് പല സ്റ്റുഡൻസ് ഉണ്ടാവും, നമുക്ക് സ്പീച്ച് ചെയ്യാനറിയാം, അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് അത് സ്പീച്ച് ചെയ്യാനും, അല്ലെങ്കിൽ സ്പീച്ച് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള പല സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ ടെക്സ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ സ്പീച്ച് ചെയ്ത് തരാനും, അല്ലെങ്കിൽ സ്പീച്ച് അറിയുന്നവർക്ക് ടെക്സ്റ്റ് ചെയ്ത് തരാനും അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് അതിന് കിട്ടുന്നുണ്ട്. സോ അതല്ലാണ്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് പാത്ത്, അതായത് ഇപ്പോൾ അഡാപ്റ്റ് ലേണിംഗ് ടു ഡൈവേഴ്സ് സ്റ്റൈൽ ആൻഡ് നീഡ്സ്, ഇപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ. അതല്ലെങ്കിൽ മൾട്ടി ലിംഗ്വൽ സപ്പോർട്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ ഹെൽപ്പ് നോൺ നേറ്റീവ് സ്പീക്കർ. അപ്പം നമ്മുടെ രാജ്യക്കാരല്ല, അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരല്ല, അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവുന്നില്ല, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലിംഗ്വൽ സപ്പോർട്ട് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജുകൾ സപ്പോർട്ടിൽ നമുക്ക് കിട്ടും. ഇക്വേറ്റബിൾ ലേണിംഗ്, അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, രണ്ട് ഭാഗത്തേക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഇപ്പോൾ AI പഠിക്കുന്നത്, നമ്മൾ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു AI പഠിക്കുന്നുണ്ട് ചലഞ്ചസ് ഉണ്ട് എന്നുള്ളത്. സോ എന്തൊക്കെയാണ് നമ്മളൊരു എഡ്യൂക്കേഷൻ സെക്ഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. സോ ഒന്ന് നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പ്രൈവസിയാണ്. അപ്പോൾ അതിൽ സ്റ്റുഡൻസിൻ്റെ പ്രൈവസി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാണ്ടിരിക്കുക, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അത് ബാലൻസ് ചെയ്യിപ്പിക്കുക. കാരണം വെച്ചാൽ നമുക്ക് രണ്ടിലും AIയിലും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും അവരെ ഹെൽപ്ഫുൾ ആവും ചെയ്യുക. ഓക്കെ, സോ AI മാത്രം യൂസ് ചെയ്തുകൊണ്ടല്ല, ക്രിട്ടിക്കൽ തിങ്കിങ്ങും വേണം.
ഓക്കെ. സോ അതേപോലെ തന്നെ ഹ്യൂമൻ ഓവർ സൈറ്റുകൾ, ഓക്കെ, സൂപ്പർവിഷൻ, എത്തിക്കൽ ഗൈഡ് ലൈൻസ്. ഇപ്പോൾ പല കാര്യങ്ങളും നമുക്ക് വൾഗറായിട്ട് ചോദിക്കുന്ന പകരം എത്തിക്കലായിട്ടുള്ള ഗൈഡ് ലൈൻസ് യൂസ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ട്രെയിനിങ് എഡ്യൂക്കേറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് അവരെ ട്രെയിനിങ് ചെയ്യാം, അപ്സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്തിക്കൽ ട്രെയിനിങ്, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് വൾഗറായിട്ട് ചോദിക്കുന്ന അതൊക്കെ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം നമ്മൾ അതിന്. ക്ലാസ് റൂമിൽ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്ത് എത്തിക്കൽ ട്രെയിനിങ് ആയിരിക്കണം. അതേപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ സപ്പോർട്ടുകൾ, പ്രാക്ടിക്കൽ ഹെൽപ്പ് ഫോർ ഇൻകോപ്പറേറ്റിംഗ് ഇൻ ടീച്ചിങ്. നമുക്ക് പിന്നെ ടൂൾസുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അത് ഹെൽപ്ഫുൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ. സോ ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഒരു എഡ്യൂക്കേഷനിൽ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, അത് എഡ്യൂക്കേറ്റേഴ്സിന് എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചലഞ്ചസ് എന്തൊക്കെയാണ്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള നമുക്ക് ഡെവലപ്മെൻറ്റ്സുകൾ നമുക്ക് ചെയ്യാം, ഓക്കെ, പ്രൊമോട്ടിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസുകളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതേപോലെ തന്നെ ഒരു ഫ്യൂച്ചർ ഓഫ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് ഒരു ഫ്യൂച്ചർ എന്തൊക്കെയാണ് വരുന്നുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് പേഴ്സണലൈസേഷനാണ്. നമുക്ക് സ്റ്റുഡൻസിൻ്റെ യൂണീക്ക് നീഡ്സുകൾ അനുസരിച്ച് നമുക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഓൺഗോയിങ് ഇന്നോവേഷൻസ്, റിസർച്ചുകൾ ചെയ്തിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കണ്ടിന്യൂസ് റിസർച്ചുകൾ ചെയ്യാം. ഓക്കെ. എഡ്യൂക്കേറ്റേഴ്സ് എംപവർമെൻറ്റ്, ടൂൾ സപ്പോർട്ടിങ് ടീച്ചിങ് ആൻഡ് മെൻറ്റർഷിപ്പ്. നമുക്ക് സ്റ്റുഡൻസിന് ഇനിയും വരുന്ന കാലത്തേക്ക് ഒരുപാട് കൾ ഇനിയും വരും, അതെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പഠിപ്പിച്ച് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ വരും. പിന്നെ ഇക്വേറ്റബിൾ ആക്സസ്, ഓക്കെ, മേക്സ് എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് ആൻഡ് ആക്സസിബിൾ വേൾഡ് വൈഡ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വരുന്നുണ്ടാവാം. സോ ഇപ്പോൾ തന്നെ നമുക്ക് ഡീപ്സിയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്തു, ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ChatGPT പോലെയല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. ഓക്കെ. സോ anyhow, thank you.